Good afternoon all. We will directly go to the second session. Ma'am, previous class Pravina madam paranju enganeyanu namukku transfusion reaction avoid cheyanulladu. But ipo transfusion reaction nammal adokke cheydalum ചില പേഷ്യൻസിന് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് വരാം. നമുക്കറിയാം ഒന്നും 100% ഫുൾ പ്രൂഫ് അല്ല. സോ ഞാനിവിടെ പറയുന്നത് ഓൾമോസ്റ്റ് വാട്ട് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. അത് പല ടൈപ്പിലുണ്ട്. ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഉണ്ട്, നോൺ ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ? A transfusion reaction is any unfavorable transfusion related event occurring in a patient during or after transfusion of blood components. മനസ്സിലായല്ലോ? ഒന്നുകിൽ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊടുത്ത ശേഷം ഉണ്ടാകുന്ന റിയാക്ഷൻസിനെ എല്ലാം നമ്മൾ ഒറ്റ പേരിലാണ് വിളിക്കുന്നത്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ഞാൻ പറഞ്ഞു, ഇത് മേജറായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് ഇമ്മ്യൂൺ റിയാക്ഷൻസ് ആൻഡ് നോൺ ഇമ്മ്യൂൺ റിയാക്ഷൻസ്. അതിൽ തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട്. നോൺ ഇൻഫെക്ഷ്യസ് ഉണ്ട്, ഇൻഫെക്ഷ്യസ് ഉണ്ട്. ഇൻഫെക്ഷൻ നമ്മൾ വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്, കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്ക്രീനിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പേഷ്യന്റിന് ബ്ലഡ് കൊടുക്കുന്നത്. ഇനി ഫസ്റ്റ് കാറ്റഗറിയാണ് നോൺ ഇൻഫെക്ഷ്യസ് ഇമ്മ്യൂൺ റിയാക്ഷൻസ്. ഇപ്പൊ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ പ്രൊഡക്റ്റ് ആണ് നമ്മളൊരു പേഷ്യന്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും, അല്ലെ? പക്ഷെ എല്ലാ പേഷ്യൻസിനും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും നമുക്ക് ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ബോഡി കപ്പാസിറ്റി ഉണ്ട്. അതൊരു ഓവർ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി റിയാക്ഷൻ വരുമ്പോഴാണ് മിക്കവാറും ഈ പറയുന്ന ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ നോൺ ഇൻഫെക്ഷ്യസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇമ്മ്യൂൺ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് കാറ്റഗറൈസ്ഡ് അഗെയിൻ ഇൻ ടു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതും ഡിലേഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റിയാക്ഷൻസ്. ഈ എല്ലാ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിനും ഈ ഒന്നുമില്ല, IHTR എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇമ്മീഡിയറ്റ് ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, FNHTR അത് വരും, സ്ലൈഡിൽ വരും, ഫെബ്രൈൽ നോൺ ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. പിന്നെ നമുക്ക് മൂന്നാമത്തെ നാലാമത്തെ ഹെഡിങ് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, അല്ലെ? അലർജിക് റിയാക്ഷൻസ് ആൻഡ് അനാഫിലാക്സിസ് ആൻഡ് അനാഫിലാക്റ്റഡ് റിയാക്ഷൻ. ഇപ്പോൾ ബ്ലഡ് കൊടുത്തു കഴിക്കും, പേഷ്യന്റ് പെട്ടെന്നൊരു പനി പോലെ ടെമ്പറേച്ചർ ചിൽസ് ആയിരിക്കും, അല്ലെ? മെയിൻ പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യുന്നത് നമ്മൾ IV ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ ബ്ലഡ് കൊടുക്കുമ്പോഴൊക്കെ പേഷ്യൻസിന് നിങ്ങൾ കോമൺ ആയിട്ട് കണ്ട റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ചിൽസ് ആൻഡ് റൈഗർ, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് അലർജിക് ഓർ അനാഫിലാക്റ്റഡ് റിയാക്ഷൻ. പിന്നെ ഉള്ളത് ട്രാലി, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഓക്കെ, ട്രാലിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്, കാരണം പേഷ്യന്റിന്റെ ഡെത്തിന് വരെ ചാൻസ് ഉള്ളൊരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണത്. അതേപോലെ തന്നെ ഡിലേഡ് ആയിട്ടുള്ള നോൺ ഇൻഫെക്ഷ്യസ് ഇമ്മ്യൂൺ റിയാക്ഷൻസ് ആർ ഡിലേഡ് ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ പറയുന്നു. അതേപോലെ ഇമ്മ്യൂണോ സപ്രഷൻ കൊണ്ടുണ്ടാവുന്ന റിയാക്ഷൻസ്. പിന്നെ പറയുന്നത് TAGVHD, അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, ആവശ്യമില്ല. ഗ്രാഫ്റ്റ് വേഴ്സസ് ഓഫ് ഡിസീസ് പോലത്തെ നമ്മളിപ്പോൾ ഓർഗനൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴും ഈ പറയുന്നത് തന്നെ ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ, അത്രേ ഉള്ളൂ. ഇനിയുള്ളത് നോൺ ഇൻഫെക്ഷ്യസ് നോൺ ഇമ്മ്യൂൺ റിയാക്ഷൻസ്. ഇത് ഒരു പരിധി വരെ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പ്രവീണ മാഡം എക്സ്പ്ലെയിൻ ചെയ്ത ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെ? ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, അത് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? കളക്ഷൻ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ പോയിന്റിൽ നിന്ന്. സോ ദിസ് നോൺ ഇൻഫെക്ഷ്യസ് നോൺ ഇമ്മ്യൂൺ റിയാക്ഷൻസ്, ഈ ഒരു ഹെഡിങ്ങിലുള്ളത് നമ്മൾ മാക്സിമം കൊടുക്കുന്ന ആൾക്കാരും അതേപോലെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആൾക്കാരും അത് പ്രിസർവ് ചെയ്യുന്ന ആൾക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻസ് ആണ്. So what are the subheadings of immediate non-infectious non-immune reactions? First is bacterial contamination, then physical or chemical RBC damage. അത് മാഡം പറഞ്ഞു, കൃത്യമായിട്ടുള്ള കാനുലയിൽ വേണം കളക്ട് ചെയ്യാൻ, കൃത്യമായിട്ടുള്ള ഗേജുള്ള കാനുലയിൽ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നു. ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാഡം നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ പ്രശ്നം വരുമ്പോൾ ഫിസിക്കൽ ഓർ കെമിക്കൽ RBC ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ് എയർ എംബോളിസം. അത് ബ്ലഡ് എന്നല്ല, നമ്മൾ എപ്പോഴും ബേസിക്കലി നിങ്ങൾ എല്ലാ സിസ്റ്റേഴ്സും പഠിക്കുന്നത്, ഇപ്പം നിങ്ങളാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് ഈ സാധനം, നമ്മൾ എപ്പോഴും എയർ കളഞ്ഞിട്ട് വേണം ഏതൊരു സാധനമാണെങ്കിലും IV കൊടുക്കുന്നത്. അപ്പോൾ ബ്ലഡിനും അതേപോലെ തന്നെ ബ്ലഡിന്റെ ഇടയിൽ എയർ ഉണ്ടെങ്കിൽ പേഷ്യന്റ് വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എയർ എംബോളിസം. ഡിലേഡ്, അതെനിക്ക് തോന്നുന്നു ക്ലിനിക്കലി ആവശ്യം വരില്ല, അയൺ ഓവർലോഡ്, ദാറ്റ് വിൽ ബി മാനേജ് ഇൻ ദ ക്ലിനിക്കൽ സൈഡ്. ഇത് ഫ്രീക്വന്റ് എറേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ഫസ്റ്റ് വൺ, ഇത് എനിക്കൊന്ന് മാഡം നേരത്തെ പറഞ്ഞ സ്ലൈഡ്സിലുള്ളതാണ്, പേഷ്യന്റ് മിസ്ഐഡന്റിഫിക്കേഷൻ. സോ ഐഡന്റിഫിക്കേഷൻ ഷുഡ് ബി പ്രോപ്പർ ഇൻ ദ റൈറ്റ് പ്രോട്ടോകോൾ ആസ് എക്സ്പ്ലെയിൻ പ്രീവിയസ്ലി. സെക്കൻഡ് വൺ ഈസ് സാമ്പിൾ എറർ.
അതും നെയിമിങ് അറ്റ് ദ സൈറ്റ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ ചെക്കിംഗ് എല്ലാം പ്രോപ്പർ ആയി കഴിയുമ്പോൾ ഇതും അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് റോങ് ബ്ലഡ് ഇഷ്യൂ. ദറ്റ് മാം ഹാസ് ഓൾറെഡി ടോൾഡ്. പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വേണം സാമ്പിൾ എടുക്കാൻ. അതേപോലെ തന്നെ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബ്ലഡ് ഇഷ്യൂ ചെയ്യാനും പാടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഈ റോങ് ബ്ലഡ് ഇഷ്യൂ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് വി ക്യാൻ അവോയ്ഡ്. Again, transcription error, administration error, these all are the things explained previously. And storage error, that has to be, all the protocols has to be followed while storing the blood and blood products. So coming to the hemolytic transfusion reaction proper. Endani IHTR, DHTR, febrile hemolytic transfusion. What is basically hemolytic transfusion reaction? So this hemolytic transfusion reaction can occur either at the time of transfusion, that is called as immediate hemolytic transfusion reaction. And what is called delayed? It can occur in few patients up to 3 to 7 days, 1 week post transfusion. So namli parayna bola 4 hours vare matramalla, we may think the patient is going to be normal, but for some people, because of some other issues, the patient is going to get the transfusion reaction within 7 days. So what you have to keep in mind is, പേഷ്യൻ്റ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ട് പോയിട്ടൊരു പേഷ്യൻ്റ് പിന്നീട് ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ, ചിലപ്പോൾ ട്രാൻസ്ഫ്യൂസ് ചെയ്ത് പോയ പേഷ്യൻ്റ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഒരു ഫീവർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ പ്രോപ്പർ ഹിസ്റ്ററി ഹാസ് ടു ബി ടേക്കൺ. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രാൻസ്ഫ്യൂഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ഹിസ്റ്ററി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദാറ്റ് ഫീവർ മേ ബി എ ഇമ്മ്യൂൺ റിയാക്ഷൻ. Then hemolytic transfusion reactions, they most often occur with transfusion of incompatible RBCs, but may also occur with the transfusion of ABO incompatible plasma containing products such as plasma and platelets. So this almost always occur when there is an ABO incompatibility. We know cross matching sample vidunadu ee oru transfusion reactions avoid cheyananu. But as explained in the previous talks, മേജർ കോമ്പാറ്റബിലിറ്റി മാത്രമാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ടെസ്റ്റ് ചെയ്യുന്നത്. സോ ക്രോസ് മാച്ചിങ് നമ്മൾ വിടുമ്പോൾ RH ഇൻകോമ്പാറ്റബിലിറ്റി, ABO ഇൻകോമ്പാറ്റബിലിറ്റി ഈസ് ബീങ് ടെസ്റ്റഡ്. ദർ ആർ ഫ്യൂ തിങ്സ് കോൾഡ് ആസ് മൈനർ ആൻറ്റിജൻസ്. അപ്പോൾ മൈനർ ആൻറ്റിജൻസിന്റെ കോമ്പാറ്റബിലിറ്റി എല്ലാ സ്ഥലത്തും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദിസ് ഇമ്മീഡിയറ്റ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഓർ എ ഡിലേഡ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. So I was already told, immediate is occurs soon after the transfusion of an incompatible RBC. ഈ ഒരു ഇമ്മീഡിയറ്റ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ മോസ്റ്റ്ലി ക്ലിനിക്കിൽ അല്ലെ ഹോസ്പിറ്റൽസിൽ നമ്മൾ പേഷ്യന്റ് ബ്ലഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ചിൽസ് പോലുള്ള കാര്യങ്ങൾ. സോ വാട്ട് ആർ ദ ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ്? ഇത് നോട്ട് ചെയ്യണം. ഈ പറയുന്ന സ്ലൈഡിൽ പറയുന്ന എല്ലാ സിംറ്റമും നമുക്കറിയുന്ന, നമ്മൾ മോസ്റ്റ് കോമൺലി കാണുന്നത് ഫീവർ വിത്ത് ചിൽസ് ആണെങ്കിൽ പോലും ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഈസ് എ ചാൻസ് ഓഫ് ഓർ ഈസ് എ സിംറ്റം ഓഫ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ദ പേഷ്യന്റ് മേ കംപ്ലൈൻ ഓഫ് ഫീവർ, ചിൽസ്, ഫേഷ്യൽ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മുഖം ഒരു ചുവന്ന് തുടുത്ത പോലെ ആവുക. നെക്സ്റ്റ് ഈസ് ചെസ്റ്റ് പെയിൻ, ബാക്ക് പെയിൻ, ദെൻ BP ഡ്രോപ്പ് വരിക, സഡൻ BP ഡ്രോപ്പ് വരിക, അല്ലെങ്കിൽ സഡൻ ഒരു അബ്ഡോമിനൽ പെയിൻ വരിക, പേഷ്യന്റ് കംപ്ലൈൻസ് ഓഫ് ഡിസ്നിയ. ഇതും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് അല്ലെ. ഫീവർ വിത്ത് ചിൽസിന്റെ പോലെ തന്നെ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ഒരു ശ്വാസതടസ്സം പോലെ പേഷ്യന്റ് പറയാറുണ്ട്. സോ ദീസ് ഓൾ ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ്. അത് ബെഡ് സൈഡ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്. സോ ദിസ് ഹാസ് ടു ബി പ്രോപ്പർലി നോട്ടഡ് ഡൗൺ. ഇനി എന്തൊരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനും ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ് ട്രാൻസ്ഫ്യൂഷൻ. അത് കഴിഞ്ഞ ശേഷം ദെൻ ആ പറഞ്ഞ സിംറ്റംസിൽ പേഷ്യന്റ് ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഡെഫിനറ്റ്ലി സെക്യൂർ ആൻ IV ലൈൻ ആൻഡ് ഇൻഫോം ദ ക്ലിനീഷ്യൻ ഹൂവർ ഈസ് റെസ്പോൺസിബിൾ ആൻഡ് മാനേജ് ഹൈപ്പോടെൻഷൻ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ആ പറഞ്ഞ സിംറ്റംസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് ഹൈപ്പോടെൻഷൻ അല്ലേ. അപ്പോൾ വിഗറസ് മാനേജ്മെന്റ് ഓഫ് ഹൈപ്പോടെൻഷൻ. ദെൻ again promotion of renal blood flow to prevent renal failure. അതിന് ഫസ്റ്റ് പേഷ്യന്റ് ഹൈപ്പോടെൻഷൻ ഉള്ള സമയത്ത് IV ലൈൻ സെക്യൂർ ചെയ്യുക, ഫ്ലൂയിഡ്സ് കൊടുക്കുക, BP നോർമലൈസ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് യു ഹാവ് ടു ഡു. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് സ്റ്റോപ്പ് ട്രാൻസ്ഫ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ട്. യു ഹാവ് ടു യൂസ് നോർമൽ സെലൈൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാഡം നേരത്തെ പറഞ്ഞ റിംഗർ ലാക്ടേറ്റും ഡെക്സ്ട്രോസും നമ്മൾ ഒരിക്കലും ആ കേസിൽ കൊടുക്കരുത്. സോ വാട്ട് ഐ യൂസ് ടു സേ ഈസ് ദ പ്രിഫേർഡ് ഏജന്റ് ഇൻ എനി കേസ് ഈസ് നോർമൽ സെലൈൻ, unless and until the patient is having an accelerated hypertension. BP ഒരു 190, 180 അങ്ങനെയുള്ള പേഷ്യൻസിന് ഒഴികെ ബാക്കി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്ന സ്ഥലത്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് 0.9% നോർമൽ സെലൈൻ. ബിക്കോസ് ദാറ്റ് ഈസ് എ ഫിസിയോളജിക്കൽ റീപ്ലേസ്മെന്റ്. അപ്പൊ അത് ഒരു സംശയവും കൂടാതെ കൊടുക്കാം. ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സ്റ്റോപ്പ് ചെയ്ത ബ്ലഡ് വിത്ത് all the samples has to be taken, and with the blood bag and the blood product you have to report
ദ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അത് ബ്ലഡ് ബാങ്കിൽ തിരിച്ചേൽപ്പിക്കുക. എന്നാലും നമുക്ക് എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒബ്വിയസ്ലി എല്ലാത്തിനുള്ള ബ്ലഡും എടുക്കണം. കാരണം ഹീമോലൈസിസ് ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയാൻ LFT ചെയ്യണം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് യു ഹാവ് ടു ഡു. ദെൻ ഒന്നുകൂടി ABO-RH ഇൻകോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പിംഗ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. കാരണം എന്താണ് റീസൺ നമുക്ക് അറിയണം. അപ്പോൾ ആദ്യം ചെയ്ത എല്ലാ ടെസ്റ്റും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വന്ന ശേഷം റിപ്പീറ്റ് ചെയ്യുക. പ്രിവെൻറ്റീവ് മെഷേഴ്സ് അത് നമ്മുടെ കയ്യിലല്ല, ഓൾറെഡി ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത്. അപ്പം കാരണം നമ്മളിപ്പോൾ മിക്കവാറും എല്ലാവരും ബ്ലഡ് ബാങ്കിൽ എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാത്തൊരു അവസ്ഥ വരുന്ന സമയത്ത് നെവർ വാം ദ RBCs എബോ 37 ഡിഗ്രി 37 ഡിഗ്രി റൂം ടെമ്പറേച്ചർ അവിടെ വെക്കുക. ദെൻ നമ്മൾ ചെക്ക് ചെയ്ത ശേഷം ട്രാൻസ്ഫ്യൂഷൻ ഡോണറിൻ്റെ ഡീറ്റെയിൽസിൻ്റെ എററോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതല്ലാത്ത വേറൊരു എന്തെങ്കിലും ഒരു മൈനർ എറർ ഉണ്ടെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും യു ഷുഡ് നെവർ ട്രാൻസ്ഫ്യൂസ് ദറ്റ് ബ്ലഡ് ടു ദറ്റ് പേഷ്യൻറ്റ്. നെക്സ്റ്റ് ഈസ് ഫെബ്രൈൽ നോൺ ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഇത് യൂഷ്വലി ഒരു ബിനൈൻ റിയാക്ഷൻ ആണ്. അതിന് വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ സാധനം തന്നെ ഏതൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്തും കാണുന്ന ഫീവർ, ചിൽസ് ആൻഡ് മൈൽഡ് ചെസ്റ്റ് ഡിസ്കംഫർട്ട്. ഇത് നമ്മൾ എല്ലാവരും കോമൺലി ചെയ്യുന്നതാണ് അല്ലേ. കുറച്ച് നേരം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ഒരു ടൈം ചെയ്യുന്നത് ശേഷം റീട്രാൻസ്ഫ്യൂഷൻ ആ ട്രാൻസ്ഫ്യൂഷൻ സ്ലോ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അത് അവരുടെ ആ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ. നമ്മളിപ്പോൾ ഈ കോവിഡിലൊക്കെ ശ്വാസം മുട്ടലൊക്കെ പറയുന്നുണ്ടായിരുന്നു സൈറ്റോകൈൻ സ്റ്റോം എന്നൊക്കെ. അതിൻ്റെ ഒക്കെ ഒരു മിനിമൽ ഇത് ഒരു ഫോറിൻ ബോഡി നമ്മളുടെ ബോഡി ഒരു പേഷ്യൻ്റെ ബോഡിയിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു നോർമൽ ഇമ്മ്യൂൺ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഒരു പേഷ്യൻ്റ് ഫീവർ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ യു ഹാവ് ടു സ്റ്റോപ്പ് ദ ട്രാൻസ്ഫ്യൂഷൻ ഫോർ ദ ടൈം ബീങ്. പാരസെറ്റമോൾ പോലത്തെ സാധനങ്ങൾ കൊടുക്കുക. ദെൻ ചെക്ക് ദ ബാഗ് ആൻഡ് ക്രോസ് മാച്ച്. അത് എപ്പോഴും എന്തൊരു റിയാക്ഷൻ നമുക്ക് തോന്നിയാലും അപ്പം തന്നെ യു ഹാവ് ടു ചെക്ക് വെദർ യു ഹാവ് ഗിവിംഗ് ദ പ്രോപ്പർ ബ്ലഡ് ഓർ നോട്ട്. പിന്നെ ഇത് റിക്കറൻറ്റ് ട്രാൻസ്ഫ്യൂഷനിൽ പേഷ്യൻ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ല്യൂക്കോ ഡിപ്ലീറ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് WBCs ഇല്ലാത്ത പാക്ഡ് RBCs കിട്ടും. So that is called as leukodepleted blood that you have to transfuse. അത് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്ന ഒരു പേഷ്യൻറ്റിന് എപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുമ്പോഴും ഈ പോലത്തെ ഒരു ഫെബ്രൈൽ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് അവർ ഹിസ്റ്ററി തരുവാണെങ്കിൽ യു ഹാവ് ടു ഇൻഫോം ദ ബ്ലഡ് ബാങ്ക് ആൻഡ് ദ ട്രീറ്റിംഗ് ക്ലിനീഷ്യൻ പ്രയർ ആൻഡ് യു ഹാവ് ടു ട്രാൻസ്ഫ്യൂസ് leukodepleted blood to that patient. ഇനി ഇതും കോംപ്ലിക്കേറ്റഡ് ആവാം. ഇഫ് ദ പേഷ്യൻറ്റ് ടെമ്പറേച്ചർ ഈസ് മോർ ദാൻ 40, അപ്പോൾ ഒരു 100 ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മൾ 101, 102 ആ രീതിയിൽ വരുന്നുണ്ട്, പേഷ്യൻറ്റ് ഹൈപ്പോടെൻഷൻ വരുന്നുണ്ട്, ദെൻ യു ഹാവ് ടു മാനേജ് ദാറ്റ് ഓൾസോ ആസ് ആൻ അക്യൂട്ട് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ആൻറ്റിഹിസ്റ്റമിൻസ് കൊടുക്കും, സ്റ്റിറോയിഡ്സ് കൊടുക്കും. ബിക്കോസ് ബേസിക്കലി ഓൾ ദീസ് ആർ ഇമ്മ്യൂൺ റിയാക്ഷൻസ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള 2 ഡ്രഗ്സാണ് ആൻറ്റിഹിസ്റ്റമിൻസ്. അവിലും ഹൈഡ്രോകോട്ടും ആ സാധനങ്ങൾ. പിന്നെ ഇത് ചില സ്ഥലത്ത് കാണാൻ പറ്റും അല്ലെ, ബ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൂടുതൽ ഇത് ഇഞ്ചക്ഷൻ റിയാക്ഷനിലാണ് കാണുക. ഒരു ഈ ഫോട്ടോയിലുള്ളത് അല്ലേ, ചെറിയ ചില ഇഞ്ചക്ഷൻ റിയാക്ഷൻസിൽ സ്കിന്നിൽ തടിച്ച കാണങ്ങൾ കാണാം. അതാണ് ആർട്ടിക്കേരിയൽ റിയാക്ഷൻ. ഇത് ചില പേഷ്യൻസിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ടൈമിലും വരാം. ഇത് തന്നെ ഒരു അവിൽ ഹൈഡ്രോകോട്ട് കൊടുക്കുമ്പോൾ മാറുന്ന ഒരു മിനിമൽ റിയാക്ഷൻ ആണ്. ദാറ്റ്സ് ആൻ ആർട്ടിക്കേരിയൽ റിയാക്ഷൻ. ദാറ്റ് ഈസ് ഓൾസോ ഇഫ് യു ഗിവ് എനി, ഇറ്റ് ക്യാൻ ബി ഓക്കർ ഡ്യൂ ടു ഇഞ്ചക്ഷന് വരാം, വാക്സിനേഷന് വരാം, സെയിം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടൈമിലും വരാം. അനാഫിലാക്റ്റിക് റിയാക്ഷനും അലർജിക് റിയാക്ഷന് ഡിഫറെൻ്റ് ആണ്. ഒരു അലർജിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കയ്യിൽ ഒരു ചൊറിച്ചിൽ വരിക അല്ലെങ്കിൽ തടിച്ച് പൊന്തുക എന്നുള്ളത്. ബട്ട് അനാഫിലാക്റ്റിക് റിയാക്ഷൻ ഈസ് ലിറ്റിൽ മോർ ഡേഞ്ചറസ്. അനാഫിലാക്സിസിലേക്ക് എത്തുമ്പോൾ പേഷ്യൻറ്റിന് ശ്വാസമുട്ടൽ വരാം, അതേപോലെ ഹൈപ്പോടെൻഷനിൽ പോവാം. ഒരു സിവിയർ ഫോം ഓഫ് അലർജിക് റിയാക്ഷൻ ഈസ് കോൾഡ് ആസ് അനാഫിലാക്റ്റിക് റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ അനാഫിലാക്റ്റിക് റിയാക്ഷൻ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇതിന് ഫീവർ വിത്ത് ചിൽസ് ഒന്നും പേഷ്യൻറ്റ് കംപ്ലൈൻറ്റ് ചെയ്യില്ല. കുറച്ചൊരു ബ്ലഡ് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ പേഷ്യൻറ്റ് സഡൻ ഓൺസെറ്റ് ഓഫ് സിവിയർ ഡിസ്നിയ, ഹൈപ്പോടെൻഷൻ, ചുമ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ താഴത്തെ ഫോട്ടോ പോലെ അല്ലേ, പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കൂടുതൽ ബ്ലഡിലല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് കാണുന്നൊരു റിയാക്ഷനാണിത്, ആൻജിയോഡീമ എന്ന് പറയുന്നത്. So as already mentioned, coughing ഉണ്ടാവാം, dyspnea, then patient will tell you difficulty in breathing. ചില പേഷ്യൻസിൽ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് ഈവൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വരെ വരാം.
Again, ഏത് മാനേജ്മെന്റ് ആണെങ്കിലും സ്റ്റോപ്പ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡു നോട്ട് റീസ്റ്റാർട്ട് ട്രാൻസ്ഫ്യൂഷൻ വിത്ത് ദ സെയിം ബ്ലഡ് കമ്പോണന്റ്. അങ്ങനെ ഒരു അനാഫിലാക്സിസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ പേഷ്യന്റിന് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യരുത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഫ്രം മാനേജിങ് എ ഫെബ്രൈൽ നോൺ ഹിമോലറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഫ്രം ആൻ അനാഫിലാക്റ്റിക് റിയാക്ഷൻ. ആൻഡ് അവിലും ഹൈഡ്രോകോട്ടും കൊണ്ട് ഇത് കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ അഡ്രിനാലിൻ റെഡി ആയിരിക്കണം ഏതൊരു ട്രാൻസ്ഫ്യൂഷന് മുമ്പും. Because you may not know the patient is going for allergic or anaphylaxis. So anaphylaxis management tray കയ്യിലുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ആസ് മെൻഷൻ, ഇതിലും നമുക്ക് ഒരുപാട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് ഒരുപാട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിസീവ് ചെയ്തായിരിക്കാം. ബട്ട് ഓൾവേസ് മേക്ക് ഷുവർ, അല്ലെങ്കിൽ നമ്മളൊരു എമർജൻസി മുന്നിൽ കണ്ടിട്ട് വേണം എപ്പോഴും ബ്ലഡ് പ്രൊഡക്ട്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ, ഇൻക്ലൂഡിങ് എയർവേ പാറ്റൻസി. അപ്പോൾ ലാരഞ്ചോസ്കോപ്പ്, ആ ഇൻറ്റുബേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പ്രീ മെഡിക്കേഷൻസും എല്ലാം റെഡിയായി വെച്ചിട്ട് വേണം ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാൻ. ഇത് നമ്മൾ കുറേ പറയും, പക്ഷെ ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷെ ഒരു കേസ് വരുമ്പോഴാണ് 5 പേര് ഒരുമിച്ച് ഓടുന്നത് കാണാം. സ്ട്രേ ഒരിടത്ത്, ടോർച്ച് വേറെ സ്ഥലത്ത്. സോ നൗ കമ്മിങ് ടു ദ ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഇതിനൊരു സ്പെസിഫിക് ക്രൈറ്റീരിയ ഉണ്ട്. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിസ് ഓഫ് ട്രാലി? ഇറ്റ്സ് അക്യൂട്ട് ഓൺസെറ്റ് ലങ് ഇഞ്ചുറി, ദർ ഈസ് നോ സർക്കുലേറ്ററി ഓവർലോഡ്, ആൻഡ് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ യു ക്യാൻ സി ബൈലാറ്ററൽ പൾണറി ഇൻഫിൽട്രേറ്റ്സ്. സാച്ചുറേഷൻ വിൽ ബി ലെസ് ദാൻ 90% ഓൺ റൂം എയർ. അപ്പൊ ദാറ്റ് ഈസ് നമുക്ക് അറിയേണ്ടത് അതാണ്. ബെഡ് സൈഡിൽ സാച്ചുറേഷൻ, പേഷ്യന്റ് ഡിസ്നിയ കംപ്ലൈന്റ് ചെയ്യുന്നു, സാച്ചുറേഷൻ SpO2 മെഷീൻ വെച്ച് നോക്കുമ്പോൾ ലെസ് ദാൻ 90% ആയിരിക്കും. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ പേഷ്യന്റ് ഡിസ്നിയ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നമ്മൾ പൾസ് ഓക്സിമീറ്റർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ലെസ് ദാൻ 90% ആണെങ്കിൽ യു ഷുഡ് സസ്പെക്ട് ട്രാലി. ആൻഡ് ഇറ്റ് ക്യാൻ ഒക്കർ അപ് ടു 6 hours ഓഫ് ട്രാൻസ്ഫ്യൂഷൻ. 6 മണിക്കൂർ ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 hours വരെ ഉണ്ടാവുന്ന ഈ ഒരു റിയാക്ഷന് നമ്മൾ ട്രാലി എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ കഴിഞ്ഞ സൈഡിൽ മാഡം പറഞ്ഞ പോലെ നോട്ട് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ, ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ, അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ, എവറി അവർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ, ഫ്രീക്വന്റ് മോണിറ്ററിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വൈറ്റൽസ് മോണിറ്റർ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇതാണ്. ആൻഡ് this has to be taken very seriously because this is second most common cause of transfusion associated death, which can be prevented if we monitor properly. I think management നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതായിരിക്കും ഏകദേശം ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ. ഇപ്പോഴത്തെ CT ആണോ നോക്കണ്ട. സോ ട്രാലി, സ്റ്റോപ്പ് ട്രാൻസ്ഫ്യൂഷൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ 75% കേസസിൽ വേണ്ടി വരും. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഐ ടോൾഡ് ബിഫോർ, എ ട്രേ ഹാസ് ടു ബി റെഡി വിത്ത് യു ബിക്കോസ് എനി ടൈം ട്രാലി ക്യാൻ ഹാപ്പൻ. സോ അവർ പ്രീ മെഡിക്കേഷൻ, നമ്മൾ ആ ഒരു പ്രീ ആയിട്ട് റെഡി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ യു ആർ പ്രിവെന്റിങ് എ ഡെത്ത് or you are giving life to a patient. So for all transfusion, even if you have done everything as per protocol, you have to pre-think of a trally can occur, emergency can occur, and you have to be equipped to manage that emergency. Now coming to delayed hemolytic transfusion reaction, ഇത് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ആയിരിക്കില്ല അത് കാണുന്നത്, because it occurs 2 to 10 days of transfusion, and it is again of 2 types, primary alloimmunization and secondary response to transfused RBCs. I'm not talking much about it because this is not needed for you at the bedside. ഇത് ഒന്ന് നോക്കുക, പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ പെർപ്യൂറ റെയർ കോംപ്ലിക്കേഷൻ ആണ്. ബട്ട് ഇഫ് യുവർ പേഷ്യന്റ് ഈസ് കംപ്ലൈനിങ് ഓഫ് പെർപ്യൂരിക്, ഡെങ്കുവിന് വരുന്ന പോലെ ആ പെർപ്യൂറ റിയാക്ഷൻ പേഷ്യന്റ് പറയുന്നുണ്ടെങ്കിൽ you can suspect that, and if patient is giving a history of transfusion, for example, ഇപ്പോൾ ഒരു പേഷ്യന്റ് പനിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു, പേഷ്യന്റിന് ഡയഗ്നോസ് വിത്ത് ഡെങ്കു ഫീവർ, ബട്ട് ഡെങ്കു പോസിറ്റീവ് നമുക്ക് കിട്ടിയില്ല, പെർപ്യൂറ വന്നിട്ടുണ്ട് പേഷ്യന്റിന്. അപ്പോൾ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കുക, ട്രാൻസ്ഫ്യൂഷൻ ഉണ്ട്, ഒരു 1 to 2 weeks ഉള്ളിൽ 7 to 14 days of platelet transfusion, and platelet count drops less than 10,000, and that is the cause of that post transfusion purpura. I think this could be diagnosed because നമ്മൾ പെർപ്യൂറ കാണുമ്പോൾ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി പ്ലേറ്റ്ലെറ്റ് വിടാറുണ്ട് അല്ലെ, ടെസ്റ്റ് ചെയ്യാറുണ്ട്. Now coming to the second set, that is non-immune acute pyrogenic transfusion reaction. ഇതാണ്, this occurs when we transfuse a bacterially contaminated blood components, and it's a common problem for platelet concentrate stored at room temperature. More than PRBT transfusion, this bacterially contaminated or the non-immune reaction occur with a platelet transfusion which is not stored at the proper temperature. And the common species which causes this reaction is the Pseudomonas and E. coli.
Next set of transfusion reaction is the acute pyrogenic reactions. This clinical features will be similar to immune hemolytic transfusion reaction, but the patient will not complain of hemoglobinuria or hemoglobinemia. Hemoglobin drop patient in varilla. So this is also because of an bacterial contaminated blood transfusion. So you have to add broad spectrum antibiotics and make sure either transfusion reaction you have to obtain sample of blood before administering any medication. You can give antihistamine and steroid, that's not an issue, but before giving antibiotics you have to draw the sample and keep for future test. This is citrate toxicity. I think this Pravina madam has mentioned before. It's citrate, as you know, is an anticoagulant used in blood products, and it is rapidly metabolized by liver. So the patient who has liver dysfunction, liver disease occurring patient in a blood transfusion cheyunna samayathu undavunna oru type of blood reaction, that is the citrate toxicity. And what is the pathology is this citrate, which is used as an anticoagulant in the blood, it can be a reason for hypocalcemia and hypomagnesemia. So hypocalcemia, hypomagnesemia symptoms, weakness, toxic spasms, idokke patient varan chance undu. And when a patient is giving such a history, you can either slow the transfusion or suspend it temporarily. And the hypocalcemia, hypomagnesemia manage the shesham, then because stopping the transfusion allows the citrate to be metabolized. So, korchu slow aayitto allengi korchu suspend cheyidittu transfuse cheyidu kazhiyumbo ee issues varilla. And non-immune hemolysis, as we mentioned already, it is the physical and mechanical damage caused to the RBCs due to the wrong method used in transfusion. An infectious complication, very unlikely, panel blood, but you have to keep aware that these kind of infections can be transfused when we go for blood transfusion. That is, viral infections, as you know, HIV, hepatitis B, CMV, cytomegalovirus, then any bacterial infection, parasite infection, and anyway, this is not in our hands. This screening panel has to take care of it. So these are the common transfusion transmitted diseases. That is why we are commonly testing for these things, that is HIV, HBsAg and HCV. So conclusion, before transfusion, we must determine what for any procedure. What in W, whether it is required, H, how much required, A, actual component required, and T, time of duration of transfusion. So you have to remember before transfusion one line, that is, transfusion of blood saves life, and error in blood transfusion at the same time can take a life. So take care of your patients with